മഴക്കെടുതിക്കിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണവും രൂക്ഷമാകുന്നു. ഇന്ന് സംസ്ഥാനത്ത് 3 കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. മലപ്പുറത്തും വയനാട്ടിലും പുലി ഇറങ്ങിയതും നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. കരുവാരക്കുണ്ടിൽ കടുവയെ പിടികൂടാനായി വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. അയ്യോ തിരിയുണ്ട്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ യുവാക്കൾക്ക് നേരെ ഒറ്റയാൻ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണിത്. വടക്കാഞ്ചേരി സ്വദേശികളായ സുഗുണൻ, സുൽഫിക്കർ എന്നിവർക്ക് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. നെല്ലിയാമ്പതി സന്ദർശിച്ച് തിരിച്ചു വരുമ്പോഴായിരുന്നു സംഭവം. സഞ്ചരിച്ച ബൈക്ക് നിർത്തിയിട്ട് തിരിഞ്ഞോടിയതുകൊണ്ട് ഇവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന്റെ മതിൽ തകർത്തു. സിബു എന്ന കർഷകന്റെ വീടിന്റെ മതിലാണ് തകർത്തത്. അസിസി സ്കൂളിന് സമീപം ഗ്രീൻ ഗാർഡനിലാണ് ആന എത്തിയത്. ഇന്നലെയും പ്രദേശത്ത് ആന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. വനം വകുപ്പെത്തി പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. 2 ആഴ്ചയായി ഒറ്റയാൻ പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇടുക്കി വാളറയിൽ വീട്ടുമുറ്റത്താണ് ഒറ്റക്കൊമ്പൻ ഇറങ്ങിയത്. നേര്യമംഗലത്തിന് സമീപം വാളറ സിപ്ലൈൻ ഭാഗത്താണ് ആന എത്തിയത്. ഇവിടെയും ആന കൃഷി നശിപ്പിച്ചു. മലപ്പുറത്തും വയനാട്ടിലുമാണ് ഇന്ന് പുലി ഇറങ്ങിയത്. മലപ്പുറം കരുവാരക്കുണ്ട് C1 എസ്റ്റേറ്റിൽ കടുവയെ പിടികൂടാനായി വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. അതേസമയം നരഭോജി കടുവയെ പിടികൂടാത്തത് വനം വകുപ്പിന്റെ അനാസ്ഥയെന്ന് AP അനിൽകുമാർ MLA പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ നടത്തുന്ന ഈ ഒരു ഓപ്പറേഷൻ, കടുവയ്ക്ക് വേണ്ടിയുള്ള ഈ ഓപ്പറേഷൻ വളരെ വിപുലമായിക്കൊണ്ട് ആ പ്രദേശത്തുള്ള കടുവയായാലും പുലിയായാലും ഒക്കെ തന്നെ പിടിക്കാനുള്ള ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ജനങ്ങൾ അത്ര ആശങ്കയിലാണ്. പുലിയെ പിടിച്ചു എന്ന് പറയുമ്പോൾ ഇനി കടുവ അവിടെ നിൽക്കുകയാണ്. പുലി എത്ര ഇനി ബാക്കിയുണ്ട് എന്നറിയാത്ത അവസ്ഥയാണ്. കാട്ടുപോത്തിന്റെ കുത്തേറ്റ് 2 വർഷം മുമ്പ് ഒരാൾ മരിച്ചത് ഇതേ പഞ്ചായത്തിൽ വെച്ചാണ്. വയനാട് കബനഗിരിയിലും പുലി ഇറങ്ങി. ഇന്നലെ രാത്രി മരക്കടവ് സ്വദേശി ജോയ് ടിറ്റിയുടെ ആടിനെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. നേരത്തെയും നാട്ടിലിറങ്ങിയ പുലി 3 ആടുകളെ കൊന്നിരുന്നു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വയനാട് മേപ്പാടി പുഴമൂലയിൽ കടവത്ത് ഗിരീഷിന്റെ വളർത്തുനായയെ വന്യജീവി കൊന്നു. ഇതും പുലിയാണെന്ന സംശയത്തിലാണ് നാട്ടുകാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.